ശ്രീ മഹാദേവി നമ. നമസ്കാരം. ദേവീനാരായണീയം ദശകം 18. ശ്രീമദ് ദേവി ഭാഗവതം 3-ാം സ്കന്ധത്തിൻ്റെ ഒടുവിൽ പറയുന്ന നവരാത്രി മഹാത്മ്യം. ആ നവരാത്രി മഹാത്മ്യത്തെ വിസ്തരിക്കാൻ വേണ്ടി ദേവി ഭജനം ചെയ്തു കഴിഞ്ഞാൽ നവരാത്രി വ്രതം അനുഷ്ഠിക്കുക, ദേവി പൂജ ചെയ്യുക, ദേവി മഹാത്മ്യം പാരായണം ചെയ്യുക, ഇങ്ങനെയുള്ള ആ ഒരു സാധന കൊണ്ട് ദേവി അനുഗ്രഹത്തെ നൽകുന്നു. ഇതിനു മുൻപ് ആരൊക്കെയാണ് ചെയ്തിട്ടുള്ളത് എന്ന് ജനമേജയൻ ചോദിക്കുകയും അതിന് മറുപടിയായിട്ടാണ് വേദവ്യാസ മഹർഷി രാമായണ കഥയാണ് ഇവിടെ ചുരുക്കി വർണ്ണിക്കുന്നത്. സൂര്യാന്വയേ ദാശരഥീരമേശോ രാമാവിധോ ഭൂ ഭരതോധ ജാത ജ്യേഷ്ഠാനുവർത്തി ഖലു ലക്ഷ്മണശ്ച ശത്രുഘ്നനാമാപി ജഗദ്വിധാത്രി. സൂര്യവംശത്തിൽ ദശരഥ മഹാരാജാവിൻ്റെ പുത്രന്മാരായിട്ട് ദശരഥ പത്നിയായിട്ടുള്ള കൗസല്യയിൽ ശ്രീരാമനും, കൈകേയിയിൽ ഭരതനും, സുമിത്രാദേവിയിൽ ലക്ഷ്മണനും ശത്രുഘ്നനും ആയി 4 രൂപത്തിൽ ഭഗവാൻ അവതരിച്ചു എന്നാണ്. വിമാതൃ വാക്യോജ്ജിതരാജ്യഭോഗോ രാമ സസീത സഹ ലക്ഷ്മണശ്ച ചരൻ ജടാവൽക്കലവാനരണ്യേ ഗോദാവരീ തീരമവാപദേവി. രാമായണ കഥയെ ഇവിടെ വളരെ വിസ്തരിക്കുന്നില്ല. വളരെ ചുരുക്കി ഏതവസരത്തിലാണ് ശ്രീരാമൻ ദേവീഭജനം ചെയ്തത് എന്ന് കാണിക്കാൻ വേണ്ടി വളരെ ചുരുക്കിയിട്ടാണ് പറയുക. ദശരഥപുത്രന്മാർ വളർന്ന് വരികയും ശ്രീരാമന് രാജ്യാഭിഷേകത്തിനുള്ള സമയം ആയി. ക്രമം അനുസരിച്ച് ആദ്യപുത്രനായിട്ട രാമന് ആണ് രാജ്യാഭിഷേകം ചെയ്യേണ്ടത് എങ്കിലും ആ ദശരഥ പത്നിയായിട്ടുള്ള കൈകേയി തൻ്റെ പുത്രൻ ഭരതന് അഭിഷേകം ചെയ്യണം എന്ന് നിർബന്ധിക്കുകയും ഭരതനെ രാജാവായി യുവരാജാവായി അഭിഷേകം ചെയ്യുന്നതോടൊപ്പം രാമനെ വനത്തിലേക്ക് അയക്കണം. കൈകേയിയുടെ ഈ 2 ആവശ്യങ്ങളും ദശരഥന് നിവൃത്തിയില്ലാതെ സമ്മതിക്കേണ്ടി വരികയാണ്. മുൻപ് കൊടുത്തിട്ടുള്ള വരം ആണിവിടെ കൈകേയി ആവശ്യപ്പെടുന്നത്. അപ്പോൾ തൻ്റെ വാക്ക് ദശരഥന് പാലിച്ചേ പറ്റൂ. എന്നാൽ അതിനൊട്ടും തന്നെ മനസ്സില്ല. രാമനെ വനത്തിലേക്ക് അയക്കാൻ ദശരഥൻ ആഗ്രഹിക്കുന്നില്ല. എന്തായാലും ഒടുവിൽ സമ്മതിക്കേണ്ടി വന്നു. ശ്രീരാമൻ പത്നിയായിട്ടുള്ള സീതയോടുകൂടി വനത്തിലേക്ക് യാത്രയാവുകയാണ്. ലക്ഷ്മണൻ അനുഗമിക്കുകയാണ്. അങ്ങനെ 3 പേരും ഗോദാവരി നദിയുടെ തീരത്ത് എത്തിച്ചേർന്നു. അവിടെ വെച്ച് വിവാഹ അഭ്യർത്ഥനയുമായിട്ട് വന്ന പ്രണയാഭ്യർത്ഥനയുമായി വന്ന ശൂർപ്പണഖ എന്ന രാവണ സഹോദരിയെ വിരൂപയാക്കി. തുടർന്നുള്ള സംഭവങ്ങളെയാണ് പിന്നീട് പറയുന്നത്. താം വഞ്ചയൻ രാവണ ഏത്യമായി ജഹാരസീതാം യതിരൂപധാരി രാമസ്യ പത്നീ വിരഹാതുരസ്യ ശ്രുത്വാ വിലാപം വനമപ്യരോധീൽ. രാമനോട് പകവീട്ടാൻ ഒരുങ്ങി വന്ന
രാവണന്റെ നിർദ്ദേശമനുസരിച്ചിട്ടാണ് മാരീചൻ ഒരു സ്വർണമാനായി പൊന്മാനായി വന്ന് സീതയെ പ്രലോഭിപ്പിക്കുകയും സ്വർണ്ണ നിറമുള്ള മാനിനെ കണ്ട് സീത അതിനെ പിടിച്ചു തരൂ എന്ന് ആവശ്യപ്പെടുമ്പോൾ ആ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് രാമൻ മാനിന്റെ പിന്നാലെ പുറപ്പെട്ടു. തുടർന്ന് ദീനവിലാപ ശബ്ദം കേട്ടിട്ട് ലക്ഷ്മണനെയും ആ ശ്രീരാമനെ അന്വേഷിച്ച് പുറപ്പെടുകയാണ്. രാമനും ലക്ഷ്മണനും ആശ്രമത്തിലില്ലാത്ത സമയം നോക്കി രാവണൻ സന്യാസവേഷം സ്വീകരിച്ച് ഇവിടേക്ക് എത്തിച്ചേരുകയും സീതയെ അപഹരിച്ചു കൊണ്ടുപോവുകയും ചെയ്തു. രാമലക്ഷ്മണന്മാർ മടങ്ങി എത്തുമ്പോഴാണ് സീതാദേവിയെ കാണുന്നില്ല. സീതയെ അന്വേഷിച്ചുകൊണ്ട് വിലപിച്ചുകൊണ്ട് ആ വനത്തിൽ കൂടി വിരഹവേദനയോടുകൂടി സഞ്ചരിക്കുന്ന ശ്രീരാമന്റെ വിലാപം കേട്ട് കാട്ടിലെ പക്ഷിമൃഗാദികളും വൃക്ഷലതാദികൾ പോലും കണ്ണീർ പൊഴിക്കുന്നു എന്നാണ്. ശ്രീനാരദോഭ്യേത്യ ജഗാദരാമം കിം രോദിഷി പ്രാകൃതമർത്യതുല്യ ത്വം രാവണം ഹന്തുമിഹാവതീർണോ ഹരി കഥം വിസ്മരസീതമാര്യ. വിലപിക്കുന്ന ശ്രീരാമന്റെ മുന്നിൽ നാരദ മഹർഷി എത്തിച്ചേരുകയാണ്. ആ ശ്രീനാരദൻ ശ്രീരാമനെ ഓർമ്മിപ്പിച്ചു, അങ്ങ് ഒരു പ്രാകൃത മനുഷ്യനല്ല, രാവണനെ നിഗ്രഹിക്കുവാൻ വേണ്ടി അവതരിച്ച ഭഗവാൻ മഹാവിഷ്ണു തന്നെയല്ലേ, എന്തിനാണങ്ങ് ഇങ്ങനെ വിലപിക്കുന്നത്? കൃതേയുഗേ വേദവതീതി കന്യ ഹരിം ശ്രുതിജ്ഞാപതിമാപ്തുമൈച്ഛൽ സാ പുഷ്കരദ്വീപഗതാ തദർത്ഥമേകാകിനി തീവ്രതപശ്ചകാര. നാരദ മഹർഷി ആ ശ്രീരാമനോടുള്ള ഉപദേശം തുടരുകയാണ്. കൃതയുഗത്തിൽ കുശധ്വജൻ എന്ന രാജാവിൻ്റെ പുത്രിയായി ഒരു കന്യക ജനിക്കുന്നു. ജനിച്ചു വീഴുന്ന സമയത്തു തന്നെ വേദമന്ത്രങ്ങളെ ഉരുക്കഴിച്ചുകൊണ്ടാണ് ആ പെൺകുട്ടി. അതുകൊണ്ടാണ് തൻ്റെ മകൾക്ക് രാജാവ് വേദവതി എന്ന് നാമകരണം ചെയ്തത്. ആ വേദവതിയാവട്ടെ മഹാവിഷ്ണുവിനെ ഭർത്താവായി ലഭിക്കാൻ ആഗ്രഹിക്കുകയും അതിനായി പുഷ്കരദ്വീപിൽ കഠിനമായിട്ടുള്ള തപശ്ചര്യയിൽ ഏർപ്പെടുകയും ചെയ്തു. ശ്രുതാത്തയാഭൂത് അശരീരിവാക്തേ ഹരി പതിർഭാമിനി ജന്മനി സ്യാൽ നിശമ്യതത് ഹൃഷ്ടമനാസ്തഥൈവ കൃത്വാ തപസ്തത്ര നിനായകാലം. വേദവതി തപസ് ചെയ്യവേ ഒരു അശരീരി കേൾക്കുകയാണ്, അടുത്ത ഒരു ജന്മത്തിൽ മഹാവിഷ്ണു നിനക്ക് ഭർത്താവായി വരും, ഈ ജന്മത്തിൽ അതിന് നിനക്ക് നിയോഗമില്ല. ഈ അശരീരി കേൾക്കുന്ന വേദവതി നിശ്ചയിച്ചു, ഈ ഒരു ജന്മം താൻ തപസ്സിൽ മുഴുകിക്കൊണ്ട് തപശ്ചര്യയിൽ തന്നെ മുഴുകിക്കൊണ്ട് ആക്കണം എന്ന് നിശ്ചയിക്കുകയാണ്. അവിടെ തന്നെ തപസ് ചെയ്തുകൊണ്ട് ആ വേദവതി വനത്തിൽ തന്നെ വസിക്കുകയാണ്. താം രാവണ കാമശരാർദിത സംശകർഷ സാജസ്തവനേന ദേവീം പ്രസാദ്യ കോപാരുണലോചനാഭ്യാം നിരീക്ഷ്യ തം നിശ്ചലമാതദാന.
ഒരിക്കൽ ഈ വേദവതി തപസ് ചെയ്യുന്ന ആ വനത്തിൽ കൂടിയിട്ട് രാവണൻ സഞ്ചരിക്കുമ്പോഴാണ് വേദവതിയെ കാണുകയും ആ വേദവതിയുടെ രൂപസൗന്ദര്യത്തെ കണ്ട് കാമപീഡിതനായി രാവണൻ വേദവതിയുടെ കൈകളിൽ പിടിച്ചു. എന്നാൽ വേദവതിയാവട്ടെ ദേവിയെ ആശ്രയിച്ചുകൊണ്ട് ദേവീഭജനം ചെയ്ത് ദേവിയെ പ്രസാദിപ്പിക്കുകയും തുടർന്ന് ജ്വലിക്കുന്നതായ കണ്ണുകൾ കൊണ്ട് ആ രാവണനെ തുറിച്ചു നോക്കുകയാണ് ചെയ്തത്. അതോടുകൂടി രാവണൻ നിശ്ചലനായി സ്തംഭിച്ച് നിൽക്കുകയാണ്. തുടർന്ന് ആ വേദവതി രാവണനെ ശപിക്കുകയാണ്. ശശാപതം ച ത്വമരേ മദർത്ഥേ സബാന്ധവോ രാക്ഷസ നംക്ഷ്യസീതി സ്വം കൗണവസ്പൃഷ്ടമശുദ്ധദേഹം യോഗേന സദ്യോ വിജഹൗ സദീസ. സ്തബ്ധനായി നിൽക്കുന്ന രാവണനെ വേദവതി ശപിക്കുകയാണ്. ഞാൻ നിമിത്തം നീയും നിന്റെ ബന്ധുക്കളും നിന്റെ വംശവും നശിച്ചു പോകാനിടവരും. നിന്റെ നാശത്തിന് ഞാൻ കാരണമായിട്ട് തീരും. ഇങ്ങനെയാണ് വേദവതി ശപിച്ചത്. തന്റെ ശരീരം കാമബാധിതനായിട്ടുള്ള ഈ രാവണന്റെ സ്പർശം കൊണ്ട് അശുദ്ധമായി തീർന്നു. ഈ അശുദ്ധമായ ശരീരത്തിൽ ഇനിയും താൻ തപസ് തുടരാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ വേദവതി ആ ശരീരത്തെ ഉപേക്ഷിക്കുകയും ചെയ്തു രാവണന്റെ മുന്നിൽ വെച്ച്. ആ വേദവതിയുടെ ശരീരം താഴെ പതിച്ചു. തന്റെ മുന്നിൽ വെച്ച് പ്രണന്തതിച്ച ആ വേദവതിയെ കണ്ടിട്ടും രാവണന് കുശലൊന്നുമില്ല. ആ ശരീരമെടുത്തു ഗംഗയിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് അവിടെ നിന്ന് അദ്ദേഹം മടങ്ങിപ്പോവുകയും ചെയ്തു. ജാതാ പുന സാമിഥിലേശ കന്യാ കാലേ ഹരിം ത്വാം പതിമാപദൈവാത് സഹന്യതാം സത്വരമാശരേന്ദ്ര തന്നാശകാലസ്തു സമാഗതശ്ച. അടുത്ത ജന്മത്തിൽ മഹാവിഷ്ണു നിന്റെ ഭർത്താവായി വരും എന്നിങ്ങനെ അശരീരി കേൾക്കുകയുണ്ടായി വേദവതി. ആ വേദവതിയാണ് രാവണന്റെ മുന്നിൽ രാവണൻ തന്നെ സ്പർശിക്കുകയും ആ പരപുരുഷ സ്പർശം കൊണ്ട് താൻ അശുദ്ധയായി തീർന്നു എന്ന കാരണത്താൽ രാവണന്റെ മുന്നിൽ വെച്ച് തന്നെ വേദവതി ശരീരത്തെ ഉപേക്ഷിച്ചു. ആ വേദവതിയാണ് പിന്നീട് സീതയായിട്ട് വന്ന് അവതരിക്കുന്നത്. അന്നത്തെ അശരീരി വാക്ക് ഇവിടെ സഫലമാവുകയാണ്. മഹാവിഷ്ണു തന്നെയാണ് ശ്രീരാമനായി അവതരിച്ചത്. അങ്ങനെ രാമപത്നിയായിട്ട് മാറുകയാണ് സീത. അപ്പോൾ മുൻപ് വേദവതിക്ക് കിട്ടിയതായിട്ടുള്ള അനുഗ്രഹം ഇവിടെ ഫലിക്കുകയും ചെയ്തു. അന്ന് രാവണന് കൊടുത്തതായിട്ടുള്ള ശാപമുണ്ട് വേദവതി. അതും രാവണന് ഫലിക്കേണ്ട സമയമായി തീർന്നു. രാവണനെയും മറ്റ് രാക്ഷസന്മാരെയും നിഗ്രഹിക്കേണ്ട സമയമായി. ഈ വേദവതിയുടെ കഥ ദേവീഭാഗവതത്തിൽ തന്നെ 9-ാം സ്കന്ധത്തിൽ വിസ്തരിക്കുന്നുണ്ട്. തദർത്ഥമാരാധയ ലോകനാഥാം നവാഹയജ്ഞേന കൃതോപവാസ പ്രസാദ്യ ത്വാമേവ സുരാ നരാശ്ച
കാമാൻ ലഭന്തേ ശുഭമേവ തേ സ്യാൽ. രാവണനെ നിഗ്രഹിക്കേണ്ട സമയമായി. അതിനു വേണ്ടിയിട്ടാണ് ശ്രീരാമൻ ഉപവസിച്ചുകൊണ്ട് ദേവീഭജനം ചെയ്യുക, നവരാത്രവ്രതം അനുഷ്ഠിക്കുക, ദേവീ കഥകളെ കേൾക്കുക, ദേവീ നാമങ്ങളെ ജപിക്കുക, പൂജ ചെയ്യുക. ഇങ്ങനെ 9 ദിവസം കൊണ്ട് ദേവിയെ ഭജിക്കുക. അതുവഴി രാവണ നിഗ്രഹം സാധ്യമാകും. ദേവന്മാരെന്നോ മനുഷ്യരെന്നോ വ്യത്യാസമില്ലാതെ ഏവർക്കും ആ ദേവീപ്രസാദം കൊണ്ട് എല്ലാം നേടിയെടുക്കാൻ കഴിയും. എന്നിങ്ങനെയാണ് ഇവിടെ ശ്രീനാരദ മഹർഷി ഉപദേശങ്ങളെ നൽകിയത്. ഇത്യൂജിവാംസം മുനിമേവ രാമ ആചാര്യമാകൽപ്യ സ ലക്ഷ്മണസ്ത്വാം സംപൂജ്യ സുസ്മേരമുഖിം മൃതാന്തേ സിംഹാധിരൂഢാം ച പുരോദദർശ. തനിക്ക് വേണ്ട സമയത്ത് ഈ ഉപദേശങ്ങളെ നൽകിയതായ ആ ശ്രീനാരദ മഹർഷിയെ തന്നെ ശ്രീരാമൻ ആചാര്യനായി വരിച്ചുകൊണ്ട് ദേവീ ഉപാസന ആരംഭിക്കുകയാണ്. അങ്ങനെ 9 ദിവസം കൊണ്ട് ശ്രീരാമൻ ചെയ്തതായിട്ടുള്ള ദേവീ ഭജനം, അതിന്റെ പൂർത്തീകരണ വേളയിൽ സിംഹാരൂഢയായിട്ട് ദേവി ദർശനം നൽകുകയാണ് ശ്രീരാമന്. ഭക്ത്യാനദം തം ദ്രുതമാദ്ധരാമ ഹരിസ്ത്വംശേന മദാജ്ഞയൈവ ജാതോ നരത്വേന ദശാസ്യ ഹത്യൈ ദമാദദാമി തശക്തിമഹം തവേഹ. ദേവിയെ കാണുന്ന ഉടനെ തന്നെ ശ്രീരാമൻ ഭക്തിയോടുകൂടി പ്രണമിച്ചു. എല്ലാ സംഗതികളും ആ ജഗദംബിക തന്നെ ശ്രീരാമനെ ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങ് സാക്ഷാൽ മഹാവിഷ്ണു തന്നെയാണ്. അംശം കൊണ്ട് ദശരഥപുത്രനായി രാമനായി മനുഷ്യനായി ജനിച്ചു. അതിന്റെ ഉദ്ദേശം തന്നെ രാവണനെ നിഗ്രഹിക്കുക എന്നുള്ളതാണ്. ഈ പൂർവകാര്യങ്ങളെല്ലാം ഇവിടെ ശ്രീരാമൻ മറന്നുപോയിരിക്കുന്നു. ദേവി അതിനെയെല്ലാം ഓർമ്മിപ്പിച്ചു. രാവണ നിഗ്രഹത്തിന് വേണ്ടതായിട്ടുള്ള ശക്തിയെ പ്രദാനം ചെയ്തു. ഞാൻ നിമിത്തം നീ നശിച്ചു പോകും എന്ന വേദവതിയുടെ ശാപം ഇവിടെ ഫലിക്കാൻ പോവുകയാണ്. ആ വേദവതിയാണ് ആ ത്രേതായുഗത്തിൽ സീതയായി അവതരിച്ചിട്ടുള്ളത്. സീതാപഹരണം രാവണ നിഗ്രഹത്തിന് ഒരു നിമിത്തമായിട്ട് തീർന്നു. ശ്രുത്വാ തവോക്തിം സഹനൂമദാദ്യൈ സാകം കപീന്ദ്രൈ കൃതസേതുബന്ധ ലങ്കാം പ്രവിഷ്ടോ ഹത രാവണാദ്യ പുരീമയോധ്യാമഗമൽ സസീത. ദേവീപ്രസാദത്തെ ലഭിച്ചതായിട്ടുള്ള ശ്രീരാമൻ ഹനുമാൻ തുടങ്ങിയിട്ടുള്ള വാനരന്മാരുമായി അവരുടെ സഹായത്തോടുകൂടി ആ സമുദ്രത്തിൽ സേതുബന്ധനം ചെയ്ത് അങ്ങനെ ലങ്കയിൽ എത്തിച്ചേരുകയും രാവണാദികളെ നിഗ്രഹിച്ച് സീതാദേവിയെ വീണ്ടും സ്വീകരിച്ചു. സീതാസമേതനായി ആ ശ്രീരാമൻ അയോധ്യയിൽ മടങ്ങിയെത്തുകയും ചെയ്തു. ഹാ ദേവി ഭക്തിർ നഹി മേ ഗുരുശ്ച ന ചൈവ വസ്തുഗ്രഹണേ പടുത്വം സത്സംഗതിശ്ചാപി ന തേ പതന്തു കൃപാകടാക്ഷാമയി തേ നമോസ്തു. ശ്രീരാമൻ ശ്രീനാരദനെ ഗുരുവായി വരിച്ച് ശ്രീനാരദന്റെ ഉപദേശത്തെ സ്വീകരിച്ച്
മന്ത്രദീക്ഷയെല്ലാം സ്വീകരിച്ചിട്ടാണ് ദേവീഭജനം ചെയ്തത്. ആ ശ്രീനാരദ മഹർഷിയുടെ വാക്കുകൾ ശ്രീരാമനിൽ ദേവീഭക്തിയെ വളർത്താൻ സഹായകമായി തീർന്നു. അങ്ങനെ അദ്ദേഹത്തിന് എന്താണോ സാധിക്കേണ്ടതായിട്ടുള്ള സംഗതി അത് അദ്ദേഹത്തിന് നേടിയെടുക്കാൻ കഴിഞ്ഞു. ഇവിടെ സ്തോത്രകാരൻ പ്രാർത്ഥിക്കുകയാണ്, സത്സംഗമോ വസ്തുതയെ ഗ്രഹിക്കുവാനുള്ള ഗ്രഹണപടുത്വമോ എനിക്ക് ഇല്ല. അവിടുത്തെ കടാക്ഷം കൊണ്ട് മാത്രം, അവിടുത്തെ കാരുണ്യം കൊണ്ട് മാത്രമേ എനിക്ക് എന്തെങ്കിലും നേടാൻ കഴിയൂ. അതിനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ദേവിയെ നമസ്കരിക്കുന്നു. അങ്ങനെയാണ് 18ാമത്തെ ദശകം ഇവിടെ സമർപ്പിച്ചത്. ശ്രീ മഹാദേവി നമഃ.